ഭാവന അവളുടെ അമ്മ യശോദയുടെ കൂടെ ഒരു ബുട്ടീക്ക് നടത്തുകയായിരുന്നു. ഭാവന കുഞ്ഞായിരുന്നപ്പോ തന്നെ അച്ഛൻ വിട്ടുപിരിഞ്ഞിരുന്നു. അതിനുശേഷം അവളുടെ അമ്മ തയ്ച്ചൊക്കെയാണ് ഭാവനേനെ വളർത്തിയതും വലുതാക്കിയതും. ഇപ്പൊ ഭാവനയെ അമ്മയെപ്പോലെ തന്നെ നല്ല രീതിയിൽ തയ്ക്കാനും തുടങ്ങി. ഭാവന, എന്റെ ചുരിദാർ സെറ്റ് ശരിയായോ? വൈകുന്നേരം എനിക്ക് ഫംഗ്ഷന് പോകേണ്ടതാ. ആന്റി, ചുരിദാർ സെറ്റ് ശരിയായിട്ടുണ്ട്. ഇനി ഡിസൈനർ ബട്ടണും കൂടെ വെച്ചാൽ മതി. ഞാൻ അരമണിക്കൂറിനുള്ളിൽ തരാം. ചുരിദാറിന്റെ മേലൊരു ഡിസൈനർ ഇത് വെക്കണ്ടേ? അതിവിടെ തീർന്നിരിക്കുക. അമ്മ അത് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പോയേക്കുവാ. അമ്മ അത് കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാൻ തയ്ച്ചു വച്ചേക്കാം. ആ, ദാ അമ്മ വന്നു കഴിഞ്ഞല്ലോ. എന്റെ പൊന്നു ചേച്ചി, പെട്ടെന്ന് ചുരിദാർ ശരിയാക്ക്, ഫംഗ്ഷൻ ഉള്ളതാ. രേഖ, ടെൻഷൻ ആവണ്ട. സാധനം ഞാൻ വാങ്ങി, ഇനി അത് വെച്ചാ മതി. അരമണിക്കൂറിനുള്ളിൽ ഫോൺ ചെയ്യാം. അമ്മ ആദ്യം ആഹാരം കഴിക്ക്. കുറെ നേരമായി മാർക്കറ്റിൽ പോയതല്ലേ. ആ ഡിസൈനർ ബട്ടൺ ഇങ്ങത്താ, ഞാൻ വച്ചേക്കാം അത്. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയല്ലോ നിന്നോട്. മാർക്കറ്റിൽ വെച്ച് ഞാനൊരാളെ കണ്ട്. ആരെയാ കണ്ടത്? നിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിലെ മുതലാളിയുടെ ഭാര്യയാണ് കണ്ടത്. സുമിത്ര ദേവി എന്നാ പേര്. നല്ല മനുഷ്യരാണ്. അവരുടെ മകള് നിന്റെ പ്രായമേ ഉള്ളൂ. നിന്റെ അച്ഛൻ പോയതിനു ശേഷം പിന്നെ ഇവിടേക്ക് താമസിക്കാൻ വന്നില്ലേ. പിന്നെ അവരെ കണ്ടു മുട്ടിയിട്ട് പോലുമില്ല. ഇന്ന് കണ്ടപ്പോ പറയായിരുന്നു അവരുടെ മകളുടെ കല്യാണമാണ്. ഞാൻ അവരോട് പറഞ്ഞ് നമ്മള് ബുട്ടീക്ക് നടത്തുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോ സന്തോഷായി. മോളുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് ചുരിദാർ തയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ കൊണ്ടുവന്നാ മതിയെന്ന്. നന്നായി തയ്ച്ചു തരാന്ന് പറഞ്ഞു ഞാൻ. എന്തേ, കുഴപ്പമില്ലല്ലോ? ആ, അത് കുഴപ്പമില്ല അമ്മ. എപ്പോഴാ വരുന്നത്? അവര് നാളെ വരും, മകളെയും കൊണ്ട് തയ്ക്കാൻ വേണ്ടിയേ. അടുത്ത ദിവസം സുമിത്ര ദേവി മോളെയും കൊണ്ട് തയ്ക്കാനുള്ള ചുരിദാറും കൊണ്ട് അവിടേക്ക് വരുന്നു. ഇതെന്റെ മകൾ മധു ആണ്. ഇവളുടെയാണ് കല്യാണം. ആണോ? ആണോ, കുഴപ്പമില്ല, വിഷമിക്കണ്ട മോളെ. നിന്റെ കല്യാണത്തിന് നല്ല അടിപൊളി ചുരിദാർ തയ്ച്ചു തരാം. ഭാവന നല്ല ഡിസൈനർ ആയിട്ടുള്ള ചുരിദാറൊക്കെ തയ്ക്കും. വരൂ മധു, ഞാൻ നിന്റെ അളവെടുക്കട്ടെ. പെട്ടെന്ന് എടുക്കണേ, എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. അതിന്റെ അർത്ഥം നീ എന്നെ വീട്ടിൽ കൊണ്ടുവിടില്ലെന്നാണോ? ഇവിടുന്ന് ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് പോകണോ? അതെ മമ്മി, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. ഒരു കാര്യം ചെയ്യ്, ഓട്ടോയോ ക്യാബ് ബുക്ക് ചെയ്ത് പോ. പിന്നെ ഞാൻ വരുമ്പോ ലേറ്റ് ആവും കേട്ടോ. കഴിഞ്ഞോ? ഞാൻ പൊക്കോട്ടെ? ആ, അതെ അതെ, ഞാൻ എടുത്തു കഴിഞ്ഞു അളവ്. മധു അവിടെ നിന്ന് പോവുകയും ചെയ്യും. അവക്ക് നന്നായിട്ട് അറിയാം ഈ ഓട്ടോയും ക്യാബൊന്നും എനിക്ക് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്ന്. വീണ്ടും വീണ്ടും അതേ തെറ്റ ആവർത്തിക്കുക അവള്. കല്യാണം അങ്ങ് അടുത്തെത്തി, എന്നിട്ടും കറക്ക അവൾക്ക് നിന്നിട്ടില്ല. എവിടെയെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോകും. ആരുപദേശാലും നന്നാവത്തില്ല അവള്. അച്ഛനോട് പറഞ്ഞാലോ താളത്തിന് തുള്ളും. അത് കുഴപ്പമില്ല എന്ന്. ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ അറിയാം. ആന്റി, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തു തരാലോ? സുമിത്രാജി, ക്യാബ് വരാൻ ഇനിയും സമയമുണ്ട്. ഞാൻ മുമ്പിലത്തെ കടയിൽ നിന്നും ചായ മേടിച്ചു വരാം. ചായ കുടിക്കുമ്പോ ശരിയാവും. ഭാവന ക്യാബ് ബുക്ക് ചെയ്തു കൊടുക്കും. സുമിത്ര അവിടെ നിന്ന് പോവുകയും ചെയ്യും. നിനക്ക് ഗുൽഷന്റെ ഭാര്യ തുണിയ വസ്ത്രങ്ങൾ കിട്ടിയോ? അവർക്ക് ഒരു ബൊട്ടിക്കൊക്കെ ഉണ്ടല്ലേ? കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഗുൽഷൻ എന്റെ കടയിൽ സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന ആളല്ലേ? അദ്ദേഹം വളരെ മാന്യനായ വ്യക്തിയായിരുന്നു. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ അവളുടെ ചുരിദാറൊക്കെ അവിടെ തയ്ക്കാൻ കൊടുത്ത്. അവർക്കും കുറച്ച് ഉപകാരം ആവുമല്ലോ. മധു നിന്റെ കൂടെ വന്നില്ലേ? ഒറ്റയ്ക്കാണോ വന്നത്? വീട്ടിൽ നിൽക്കാൻ എവിടെയാ സമയം? എനിക്കറിയില്ല എവിടെയാ കറങ്ങാൻ പോയേക്കണേ. അതെ, കല്യാണ സമയമൊക്കെ എത്തിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു ഉപദേശിക്കാൻ നോക്ക്. വരൂ, കുറച്ചു സമയത്തിനുള്ളിൽ വന്നോളും, കുഴപ്പമില്ല. ഭാവനയും അമ്മയും കൂടെ ചേർന്ന് മധുവിന്റെ ചുരിദാർ തയ്ക്കാൻ തുടങ്ങും. എല്ലാ ചുരിദാറും സുമിത്രാ ദേവിയുടെ വീട്ടിലെത്തുന്നു. ചുരിദാറെല്ലാം നല്ലതായിട്ടുണ്ടല്ലോ ഭാവന മോളെ, അടിപൊളി. നീ ഇതിൽ അടിപൊളി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. മധു, ദാ നിന്റെ കല്യാണത്തിന്റെ ചുരിദാറൊക്കെ വന്നു. മമ്മി, അമ്മയ്ക്കറിയാലോ എനിക്ക് ഇതിലൊന്നും ഒരു വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അമ്മയ്ക്കിത് ഓക്കെ ആണെങ്കിൽ അറിയാലോ എനിക്കും ഓക്കെ തന്നെയായിരിക്കും. ബ്യൂട്ടി പാർലറിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പോവുകയാണേ. മധു, നിന്റെ കല്യാണമാണ് നാളെ. നീ ആരെങ്കിലും കൂടെ കൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട. മമ്മി, ഞാൻ കുഞ്ഞൊന്നും അല്ല, ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ശരി ആന്റി, ഞാൻ പോട്ടെ. ഭാവന അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം മധുവിന്റെ കല്യാണമാണ്. സുമിത്രാദേവിയും ഭർത്താവും ചേർന്ന് എല്ലാ ഒരുക്കങ്ങളും നന്നായി നടത്തി. സുമിത്രാദേവി യശോദ അമ്മേനെയും മകളെയും കല്യാണത്തിന് വിളിച്ചു. എല്ലാരും കല്യാണത്തിന് വന്നു. എല്ലാരും കാത്തിരുന്നത് മധു വരാൻ വേണ്ടി മാത്രം. സുമിത്രാദേവി മോളെ വിളിച്ചോണ്ട് വരാനായിട്ട് മുറിയിലോട്ട് പോയി നോക്കുമ്പോ അവിടെ മധുവിനെ കാണാനില്ല. മധു ഒരു കത്തെഴുതിയിട്ട് അവിടുന്ന് പോയി. ഭാവന അപ്പ ആ വഴി പോയപ്പോ സുമിത്രാദേവി കരയുന്നതായിട്ട് കാണുകയാണ്. ഭാവനയ്ക്ക് പിടികിട്ടിയിരുന്നു. കല്യാണത്തിൽ നിന്നും ഓടിപ്പോയി. ആന്റി, മധുവിന്റെ നമ്പറുണ്ടോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, ചിലപ്പോ ഫോൺ എടുത്താലോ ആന്റി? അതെ അതെ, ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഭാവന മധുവിന്റെ ഫോണിൽ കോള് ചെയ്യുകയാണ്. മധു ഭാവനയുടെ കോൾ അങ്ങ് എടുക്കും. മധു, നിനക്കറിയാലോ വീട്ടിലെല്ലാരും വന്നു കഴിഞ്ഞു. എല്ലാരും നിന്നെ ഇവിടെ കാത്തിരിക്കുക മോളെ. നീ എവിടെയായത്? ചെറുക്കം കൂട്ടര് വരെ ഇവിടെ കാത്തിരിക്കുക. നീ എവിടെയാണേലും ഒന്ന് വാ. കത്തെന്താ എഴുതി വെച്ചത്?
കല്യാണം കഴിക്കണ്ടെന്ന്. ഇതൊക്കെ എന്താ മോളെ നീ? ഓഹ് അമ്മ, എനിക്ക് ഈ കല്യാണം കഴിക്കണ്ട, അത് സത്യമാണ്. എനിക്ക് വേറൊരാളുടെ ഇഷ്ടമുണ്ട്. അമ്മ അച്ഛനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി. എനിക്കിനി തിരിച്ചു വരാൻ പറ്റില്ല. അവള് ഫോൺ കട്ട് ചെയ്തു. അവള് വേറെ ആരെയോ കല്യാണം കഴിക്കാൻ പോണെന്ന്. നാട്ടുകാരോടും വീട്ടുകാരോടും ഞാൻ എന്തു പറയും? മധുവിന്റെ അച്ഛനും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പക്ഷെ ആ സമയം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചെറുക്കൻ കൂട്ടരെ മുറി വിളിപ്പിച്ച് എല്ലാ കാര്യങ്ങളും പറയും. ഭാവനയോടെ ഉണ്ടായിരുന്നു. ഇനി ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ മധുവിന് പകരം ഭാവനേനെ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കിയ... ഇല്ല ഇല്ല, ഇത് നിർബന്ധമൊന്നുമില്ല. ഭാവന നല്ലൊരു കുട്ടിയാണ്. ഞങ്ങൾ ഇവളുടെയും കന്യാദാനം അതുപോലെ തന്നെ ചെയ്യും. മധുവിന്റെ എങ്ങനെയാണോ ചെയ്യായിരുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ മകൾ എവിടെ നിന്ന് ഓടിപ്പോയി. ഞങ്ങളുടെ മാനം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. മധുവിന്റെ അച്ഛനും അമ്മയും കരയാൻ തുടങ്ങും. കല്യാണ ചെറുക്കനായ ആശിഷ് പറയും, ഭാവനയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. ഭാവന, നിനക്കെന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? കാരണം മധു ഇനി തിരിച്ചെത്തിയാൽ പോലും ഞാൻ അവളെ വിവാഹം കഴിക്കില്ല. വിവാഹം പോലെയുള്ള പവിത്രമായ ബന്ധത്തെ അവരെ അപമാനിച്ചു. എന്നാൽ എന്റെ സംസ്കാരം അങ്ങനെയല്ല. വൃദ്ധരായ മാതാപിതാക്കളെ സമൂഹത്തിനു മുമ്പിൽ കരയിച്ചുകൊണ്ട് അവരെ മാനം കെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ആന്റി, അങ്കിൾ, ഞാൻ കല്യാണത്തിന് തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഞാനും അമ്മയും കൂടെ ചേർന്നൊരു കുഞ്ഞു ബുട്ടീക്ക് നടത്തുക. പിന്നെ നിങ്ങള്... ഭാവന പറയണത് സത്യമാണ് സുമിത്ര. എനിക്ക് ഈ കല്യാണത്തിന് എതിർപ്പൊന്നുമില്ല. എന്തായാലും ഒരു ദിവസം എന്റെ മോളുടെ കല്യാണം നടത്തണം. ആശിഷിനെ പോലെ നല്ല ഒരു പയ്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണ്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ചേട്ടാ, ചേച്ചി, ഞാൻ എന്റെ മോളുടെ കൂടെ ചേർന്ന് ഒരു കുഞ്ഞു ബുട്ടീക്ക് നടത്തുകയാണ്. ഈ കാര്യം സുമിത്രയ്ക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെപ്പോലത്തെ വലിയ വീട്ടുകാര്... സഹോദരി, ഭാവനയെ പോലൊരു പെൺകുട്ടിയെ ഞങ്ങളുടെ മരുമകളായി കിട്ടുന്നതിൽ കൂടുതൽ പിന്നെ ഞങ്ങൾക്ക് എന്തു വേണം? അതെ ചേച്ചി, ഞങ്ങൾക്ക് ഭാവനെ മരുമകളായിട്ട് സ്വീകരിക്കാൻ കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരുടെ സമ്മതത്തോടെ ഭാവന മധുവിന് പകരം കല്യാണപ്പെണ്ണായിട്ടിരിക്കുന്നു. അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഇത്രയും വലിയ വീട്ടിലെ മരുമകളാകുമെന്ന്. ഇതെല്ലാം ഒരു വിധിയല്ലേ ശരിക്കും? ഭാവനയുടെ വിധിയിൽ ഉണ്ടായിരുന്നു ഇതുപോലൊരു കല്യാണം. യശോദയ്ക്കും സന്തോഷമായിരുന്നു അവളുടെ മകൾ ഇതുപോലെ വലിയ വീട്ടിൽ പോയിന്ന്. ഭാവന കാരണം സുമിത്രയുടെ വീടിന്റെ മാനം കാത്തു. സമാജത്തിന്റെ മുമ്പിൽ അവരുടെ പേര് ഇടിഞ്ഞു വീണില്ല. സുമിത്രാദേവി എങ്ങനെയാണോ മോളുടെ കല്യാണം നടത്തായിരുന്നത് അതുപോലെ തന്നെ കല്യാണം കഴിപ്പിച്ച് അവളെ വിട്ടു. എല്ലാവരുടെ അനുഗ്രഹത്താൽ ഭാവന സന്തോഷത്തോടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അങ്ങ് പോകും. ആഷിൻ തന്റെ ഭർത്താവിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ വരുൺ അപ്പോൾ പറഞ്ഞു, ആച്ചൽ നോക്ക്, ഷോപ്പിംഗ് ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചു ചെയ്യണം. കഴിഞ്ഞ മാസമല്ലേ നീ ഷോപ്പിങ്ങിന് പോയി ഒരുപാട് വാങ്ങിയത്? അയ്യോ, ഞാനിതുവരെ ഷോപ്പിംഗ് തുടങ്ങിയതേ ഇല്ല. അതിനുള്ളിൽ നിങ്ങൾ പണം ലാഭിക്കാൻ നോക്കുക അല്ലേ? അയ്യോ, നിന്നെ ഞാൻ ലെക്ചർ എടുത്തതല്ല. അമ്മയെ പോലെ കുറച്ചൊക്കെ പിശുക്ക് കാണിക്ക്. കാന്തി ഓരോ രൂപയും നോക്കി ചിലവഴിച്ചു. എന്നാൽ മരുമക്കൾ ഒരുപാട് ചിലവ് ചെയ്യുമായിരുന്നു. അവർ എത്ര തവണ പറഞ്ഞാലും എന്നാൽ മരുമക്കൾ അവർ പറഞ്ഞത് കേട്ടതേയില്ല. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം സോഫയിലിരുന്ന് കണ്ണാടിയും വെച്ച് ആ മാസത്തെ ചിലവുകൾ എടുത്തു നോക്കിയപ്പോൾ അത് കണ്ട് അവർ അപ്പോൾ ഷോക്കായിപ്പോയി. അയ്യോ ദൈവമേ, ഒരു മാസം ചിലവ് ചെയ്ത പൈസ ഈ വീടിനു വേണ്ടി മാത്രമാണോ ചെയ്തത്? അതോ ഈ ഗ്രാമത്തിന് മുഴുവനും വേണ്ടി ചെലവാക്കിയതാണോ? ദൈവമേ, ഞാൻ ഒരു മാസം ഇവളുമാരെ ഏൽപ്പിച്ചപ്പോൾ മുഴുവനും ചിലവാക്കിയിട്ട് എവിടെ പോയി ഇരിക്കുക എല്ലാം? എടി മരുമക്കളെ, 3 പേരും എവിടെയാ? വേഗം വെളിയിൽ വാ. അങ്ങനെ അമ്മായിയമ്മ വിളിച്ച ഉടനെ 3 പേരും അമ്മായിയമ്മയുടെ മുൻപിൽ വന്നു നിന്നു. അപ്പോൾ ഒരു മരുമകൾ പറഞ്ഞു, അമ്മേ, എനിക്കറിയാം, ചായ ഉണ്ടാക്കാനല്ലേ വിളിച്ചത്. ഞാൻ നേരത്തെ തന്നെ ചായ ഇട്ടു. നിന്റെ ചായ കൊണ്ടുപോയി വെളിയിൽ കള. ആദ്യം നിങ്ങൾ ഇത് പറ, എന്റെ കയ്യിലിരിക്കുന്ന ഇതിന്റെ പേരെന്താ? അമ്മേ, അത് കണ്ടിട്ട് ഡയറി പോലെ തോന്നുന്നുണ്ടല്ലോ. ആ, ഇത് ഡയറിയാന്നുള്ളത് എനിക്കും അറിയാം. ഞാൻ ഇതിനെക്കുറിച്ചല്ല ചോദിച്ചത്. ഇത് ചിലവെഴുതുന്ന ഡയറിയാണ്. ഈ മാസം 40,000 രൂപ ചിലവായി. അതിനുള്ള കണക്കെനിക്കിതാ. ആദ്യം പറ, നിങ്ങൾ ഈ പണം എന്തിനാ ചിലവഴിച്ചത്? ഇത്രയും പണം ചിലവാക്കേണ്ട ആവശ്യമെന്താ? 2-3 തവണ ബന്ധുക്കൾ വന്നാൽ പോലും ഇത്രയും ചിലവാകില്ല. അമ്മേ, അത് ഇപ്പോൾ എല്ലാത്തിനും വില കൂടിയില്ലേ? ചിലവപ്പോൾ ഡബിളാകും. അതെ അതെ, ചേച്ചി ശരിയായിട്ടാ പറഞ്ഞത്. ഒന്നും വേണ്ട, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് സാരി വാങ്ങാൻ പോയില്ലേ, 2 സാരി എടുക്കാൻ 6,000 രൂപയായി. എന്താ, 2 സാരിക്ക് 6,000 രൂപയോ? അമ്മേ, സാരിയുടെ കാര്യം പിന്നെയും പോകട്ടെ. ഇന്നലെ ഞാൻ പാർലറിൽ പോയി. വെറും ഫേഷ്യലിനും വാക്സിങ്ങിനും 7,000 രൂപയായി. എന്താ പറഞ്ഞത്, 7,000 രൂപയോ? അതെ അമ്മേ, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ തന്നെ 2,000 രൂപയായി. കാരണം അതൊരു വലിയ ബ്രാൻഡഡ് ബ്യൂട്ടി പാർലർ അല്ലേ. അയ്യോ, ഇത്രയും പണം അടിച്ചു മാറ്റിയല്ലോ.
ആ പാർലർ നശിച്ചു പോകും. ഇപ്പോൾ മനസ്സിലായി മാസം ഇത്രയും പണം എങ്ങനെ ചിലവായെന്ന്. 3 പേരും എന്തിനാ ഇത്രയും പണം ചിലവഴിക്കുന്നത്? എന്നാൽ അമ്മ, ഇതൊക്കെ ആവശ്യമുള്ള ചിലവല്ലേ? ഞങ്ങൾ പാഴ്ചിലവ് ചെയ്തില്ലല്ലോ. ഒരു വീട്ടിൽ 3 മരുമക്കൾ ഉള്ളപ്പോൾ ചിലവൊക്കെ വരില്ലേ? ചിലവ് നിങ്ങൾ 3 പേരും കാരണമാ. നിങ്ങൾ 3 പേരും എന്തിനാ ഇങ്ങനെ പണം ചിലവഴിക്കുന്നത്? വെറുതെ എന്നെ ഇങ്ങനെ നോക്കണ്ട. എന്റെ കൺമുൻപിൽ നിന്ന് പോ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദനിക്കുന്നു. എന്നാൽ അമ്മേ, ഒരു മസാല ചായ കൊണ്ടുവരട്ടെ? ആദ്യം തലവേദനയ്ക്കുള്ള ഗുളികതാ, പിന്നെ ചായ കൊണ്ടുവാ. ശരി അമ്മേ, കൊണ്ടുവരാം. കാന്തി തലയിൽ കൈവച്ച് ഇരുന്നു പോയി. എന്തുകൊണ്ടെന്നാൽ വീട്ടിൽ ഒരാൾ ധാരാളിച്ചാലേ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ വീട്ടിലെ 3 മരുമക്കളും നന്നായി ചിലവഴിക്കുന്നവരാണ്. അതുകൊണ്ട് കാന്തിക്ക് ഇതൊന്നും സഹിക്കാനേ പറ്റിയില്ല. ഒരു ദിവസം രാവിലെ കാന്തിയുടെ മകൻ പ്രഭാസ് ചോദിച്ചു, അമ്മേ, ഞാൻ കാർപ്പന്ററിനെ വിളിച്ചിട്ടുണ്ട്. അമ്മയുടെ ബെഡ് റിപ്പയർ ചെയ്യാൻ അയാൾ വരും. എന്നാൽ അമ്മേ, ആ പഴയ ബെഡിന് എന്തിനാ ഇത്ര പണം ചെലവാക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടി ഒരു പുതിയ ബെഡ് വാങ്ങിയാൽ പോരെ? നോക്കുമോനെ, കുറച്ച് പണം കൊണ്ട് തന്നെ ഇതൊക്കെ ശരിയാക്കാമെങ്കിൽ എന്തിനാ വെറുതെ പാഴ്ചിലവ് ചെയ്യുന്നത്? അതെ, നോക്കൂ, ആ കാർപ്പന്റർ വരില്ലേ? എനിക്കൊരു പുതിയ ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തു തരാൻ പറയൂ. പിന്നെ ഒരു വള സ്റ്റാൻഡും വയ്ക്കണം. കാരണം വളയെല്ലാം അവിടെയും ഇവിടെയും കിടക്കുവാ. പഴയ ഡ്രസ്സിംഗ് ടേബിളും അത്ര നല്ലതല്ല. അയ്യോ ചേച്ചി, ഈ ഐഡിയ കൊള്ളാമല്ലോ. എനിക്കൊരു ജ്വല്ലറി ബോക്സ് ഉണ്ടാക്കി തരാമോ? ആ, പിന്നെ കുറച്ച് വലുതാവട്ടെ ജ്വല്ലറി ബോക്സ്. കേട്ടോ? ആ, ഞാൻ പണം ലാഭിക്കാമെന്ന് കരുതി പഴയ സാധനങ്ങൾക്കായി കുറച്ച് പണം ചിലവഴിച്ച് ശരിയാക്കുമ്പോൾ നിങ്ങൾ ചിലവ് കൂട്ടാൻ നോക്കുന്നോ? അയ്യോ അമ്മേ, എപ്പോഴും ചിലവെന്ന് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഒരു ചെറിയ പെട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ചിലവെന്ത് വരാനാ? 2 പേരും മിണ്ടാതെ നിൽക്ക്. നിങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ നന്നായി അറിയാം. എന്റെ കട്ടിലൊന്നും റെഡിയാക്കണ്ട. ഞാൻ താഴെ തന്നെ പായയിട്ട് കിടക്കാം. എന്നാൽ ഒരു കാർപ്പന്ററും ഈ വീട്ടിൽ വരാൻ പാടില്ല. കുറച്ച് ചിലവ് ചെയ്യുന്നതും ഇവര് കാരണം ഞാൻ ആ ചിലവും അങ്ങ് നിർത്താം. അമ്മേ, എവിടേക്ക് പോകുവാ? ഞാൻ പറയുന്നത് കേൾക്കൂ. കാന്തി പ്രഭാസ് പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ നിന്നും പോയി. എന്നാൽ മരുമക്കളെ അത് ഒട്ടും ബാധിച്ചതേയില്ല. അവർ അവരുടെ ജനിച്ച വീട്ടിൽ പോയി ആവശ്യമുള്ള എല്ലാം ചെയ്ത് എടുത്തുകൊണ്ടുവന്നു. ഇത് കണ്ടപ്പോൾ കാന്തിയും തലയിൽ കൈവച്ചിരുന്നു പോയി. അങ്ങനെ ഒരു അവധി ദിവസം കാന്തി വെളിയിൽ പാർക്കിൽ ചുറ്റി നടന്നു. അപ്പോൾ എല്ലാവരും ഹാളിലിരുന്ന് ചായ കുടിച്ച് തമ്മിൽ സംസാരിച്ചിരുന്നു. സൺഡേ ആയിട്ട് സ്പെഷ്യൽ എന്താ ചേച്ചി? ആലുപൊറോട്ടയും പിന്നെ റെയ്ത്താ ബൂന്തിയും ചെയ്തിട്ടുണ്ട്. അയ്യോ, ഉരുളക്കിഴങ്ങ് എനിക്ക് ഇഷ്ടമേ അല്ല. അത് കഴിച്ചാൽ എനിക്ക് ഗ്യാസാ. എനിക്ക് വേണ്ട കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ എന്തുണ്ടാക്കാനാ? വീട്ടിൽ പച്ചക്കറികളില്ല. ഇന്ന് ഞായറാഴ്ചയായിട്ട് പച്ചക്കറി കടയും അടവാ. എന്നാൽ നമുക്ക് വെളിയിൽ നിന്നും ഓർഡർ ചെയ്യാം. ഒരു ദിവസം വെളിയിൽ നിന്ന് കഴിക്കാമെന്നേ. എന്നാൽ പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ വാങ്ങാം. നിങ്ങൾ പറഞ്ഞത് ശരിയാ ഋതു. വേഗം ഓർഡർ ചെയ്യ്. അതിനുള്ളിൽ ഞാൻ ഫ്രഷ് ആകട്ടെ. ശേഷം ഋതു അവളുടെ ഫോൺ എടുത്ത് എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഓർഡർ ചെയ്തു. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ ഡെലിവറി ബോയ് അവരുടെ ഭക്ഷണവുമായി വന്നു. ഋതുവും അത് പെട്ടെന്ന് പോയി വാങ്ങി. ഋതു ഭക്ഷണം ടേബിളിൽ വെച്ചപ്പോൾ ആഷൻ ചോദിച്ചു, അയ്യോ ചേച്ചി, എന്താ ഇത്? എല്ലാവർക്കും പിസ്സ ഓർഡർ ചെയ്തോ? എനിക്ക് പിസ്സ ഇഷ്ടമല്ലെന്ന ചേച്ചിക്ക് അറിയില്ലേ? അതെ ഋതു, ഇത് അമ്മയും കഴിക്കില്ല. എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഇതെല്ലാം കേട്ട് കാന്തി അവരുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ഇതെല്ലാം ആരാ ഓർഡർ ചെയ്തത്? അത് പിന്നെ അമ്മേ, ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഓർഡർ ചെയ്തു. പിന്നെ അമ്മയ്ക്കിഷ്ടമുള്ള ഭക്ഷണവും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി എത്ര പണം ചിലവായി? അത് ഒരു 10,000 രൂപയായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് 10,000 രൂപയോ? അമ്മേ, അത് ഒരു കോസ്റ്റ്ലി റെസ്റ്റോറന്റ് ആണ്. അതിനു പകരം വീട്ടു സാധനങ്ങൾ വാങ്ങി നിങ്ങൾക്ക് തന്നെ പാചകം ചെയ്യരുതായിരുന്നോ? ഇത്രയും വാങ്ങി വെച്ചിട്ടുണ്ട്, എന്നാൽ മുഴുവനും കഴിച്ചില്ലല്ലോ. നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന അത്രയല്ലേ കഴിക്കാൻ പറ്റൂ. ഒരുപാട് കഴിച്ചിട്ട് വയറ് കേടായാൽ? എന്നാൽ ഫ്രിഡ്ജിൽ വെക്കൂ. അല്ലമ്മേ, ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ ടേസ്റ്റ് തന്നെ പോകും. ഇത് വെളിയിൽ വച്ചാലും കേടായി പോവുകയുള്ളൂ. പിന്നെ ഇത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടി വരും. അയ്യോ, ചവറ്റുകുട്ടയിൽ പോകുന്നത് നിങ്ങളുടെ ഫുഡല്ല, ഭർത്താക്കന്മാരുടെ അധ്വാനമാണ്. നിങ്ങൾക്ക് ആ ചിന്ത കുറച്ചെങ്കിലും ഉണ്ടോ? കുറച്ചെങ്കിലും പണം മാറ്റിവെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതേയില്ലേ? നിങ്ങൾ ഈ ശീലം ഉടനെ തന്നെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ തെരുവിലാവുന്ന സമയം അടുത്തുകൊണ്ടേ വരും. എന്നാൽ അമ്മേ, ഈ ചിലവെല്ലാം ഞങ്ങൾ അമ്മയുടെ തലയിൽ ഇട്ടില്ലല്ലോ. എന്തിനാ വഴക്ക് പറയുന്നത്? കുറച്ചെങ്കിലും ബുദ്ധിയുള്ളതുപോലെ സംസാരിക്കൂ. നിങ്ങൾ ഒരുപാട് ചിലവഴിക്കാതെ കുറച്ചു പണം കൊണ്ട് വയറു നിറയ്ക്കാനുള്ള ഭക്ഷണം വാങ്ങാൻ പറ്റില്ലേ? നിങ്ങൾ 3 പേരും പണം ലാഭിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കഷ്ടപ്പെടും. അതിന്റെ നഷ്ടം ഭയങ്കരമായിരിക്കും. എന്നാൽ മരുമക്കൾ കാന്തി പറയുന്നത് എവിടെ കേൾക്കാനാ?
അവർ അമ്മ പറയുന്നത് ഒരു ചെവിയിൽ കേട്ട് മറു ചെവിയിൽ കളയും. ഇങ്ങനെ കുറച്ചു നാളുകൾ കടന്നുപോയി. ഒരു ദിവസം വന്ദന ഫോണിൽ സംസാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ആച്ചൽ വന്നു ഇങ്ങനെ ചോദിച്ചു, ചേച്ചി എന്തിനാ കരയുന്നത്? ആച്ചൽ, നിന്റെ കയ്യിൽ ഒരു 20,000 രൂപയുണ്ടോ? എന്റെ അനിയന്റെ വൈഫിന് സുഖമില്ല, അവളിപ്പോൾ ഹോസ്പിറ്റലില. എന്റെ അനിയൻ വിളിച്ചിരുന്നു, ഇപ്പോൾ അവന് 20,000 രൂപ വേണമത്രേ. എന്നാൽ ചേച്ചി, എന്റെ കയ്യിൽ 3,000 രൂപയുള്ളൂ. നിങ്ങൾ ചേട്ടനോട് ചോദിച്ചു നോക്കൂ. ഇല്ല, കഴിഞ്ഞ ആഴ്ച പാർട്ടിക്ക് വേണ്ടി ഞാനൊരു 20,000 രൂപ വാങ്ങിയിരുന്നു. ഇനി എങ്ങനെ ഒന്നുകൂടെ ചോദിക്കാൻ പോകും? അപ്പോൾ ഋതുവും അവിടെ വന്നു. വന്ദന ഋതുവിനോട് ചോദിച്ചപ്പോൾ ഋതു എന്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ, അതേ ഉള്ളെന്നും പറഞ്ഞു. അപ്പോൾ വന്ദന വീണ്ടും കരയാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് അമ്മായിയമ്മയും അവിടെ വന്നു. അപ്പോൾ വന്ദന അമ്മായിയമ്മയെ നോക്കി പറഞ്ഞു, അമ്മ എന്നെ ഒന്ന് സഹായിക്കൂ. എന്റെ അനിയന് ഇപ്പോൾ കുറച്ച് പണം ആവശ്യമുണ്ട്. പാഴ്ചിലവ് ചെയ്തതുകൊണ്ട് എന്റെ കയ്യിൽ പണമില്ല. ദയവ് ചെയ്ത് ഞാനിനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല. കുറച്ച് പണം തരൂ അമ്മേ. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ വളരെ വലിയ തെറ്റ് ചെയ്തു. ഞങ്ങൾ ആവശ്യമില്ലാത്ത ചിലവിന് വേണ്ടി ഒരുപാട് പണം ദൂർത്തടിച്ചു കളഞ്ഞു. അതെ അമ്മേ, അമ്മ ഒരുപാട് തവണ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അമ്മ പറയുന്നത് കേട്ടതേയില്ല. മുതിർന്നവർ പറയുന്നത് ശരിയാ. തലവേദനയും വയറുവേദനയും അവരവർക്ക് വന്നാലേ അറിയൂ. ഇത്രയും നാൾ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. എന്നാൽ ഇപ്പോൾ മനസ്സിലായല്ലോ. കുറച്ച് ലേറ്റായെങ്കിലും കുഴപ്പമില്ല. നോക്കുമോളെ, നിന്റെ വീട്ടിലെ മരുമകൾക്ക് ഒന്നും പറ്റില്ല. ഞാൻ ചികിത്സയ്ക്കുള്ള പണം തരാം. എന്നാൽ ഇന്നു മുതൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഇങ്ങനെയുള്ള അനാവശ്യ ചിലവുകൾ നിങ്ങൾ കുറയ്ക്കണം. ഭാവിക്ക് കുറച്ചെങ്കിലും പണം കരുതൂ. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എല്ലാവരും കൈകൊണ്ട് തൊഴുത് അമ്മയോട് മാപ്പും ചോദിച്ചു. ഇനി പാഴ്ചെലവ് ചെയ്യരുതെന്നും അവർ തീരുമാനിച്ചു. Thanks for watching.